ഞാൻ അന്ന് പറഞ്ഞില്ലേ ഞാൻ സ്റ്റുഡിയോയില് പണിക്ക് പോകുന്നുണ്ട്. ഇന്ന് നമ്മളെ സ്റ്റുഡിയോന്റെ 3rd ആനിവേഴ്സറി. ഞമ്മക്ക് എല്ലാവർക്കും ഇന്ന് 7 മണിക്ക് എത്തണം. കാരണം 11 മണിക്ക് ഞങ്ങൾക്ക് സ്റ്റോർ ഓപ്പൺ ചെയ്യണം. എന്ത് പരിപാടിയാണെങ്കിലും പണിയില് നോ കോംപ്രമൈസ്. ഇതിപ്പോ കഴിഞ്ഞിട്ട് 2 ആഴ്ച ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് സമയം കിട്ടിയത്. എന്റെ ലൈഫിൽ ആദ്യമായിട്ടും അവസാനമായിട്ടാണ് ഞാൻ സ്റ്റുഡിയോയിൽ ഇത്രയും വൃത്തിയുള്ള പാട്ട്. ഐ മീൻ ദാറ്റ് അൺനോൺ ഇംഗ്ലീഷ് സോങ്സ്. അങ്ങനെ അവസാനം എല്ലാവരും എത്തി വന്ന പരിപാടി സ്റ്റാർട്ടായി. ആൻഡ് ദാറ്റ് പച്ചട്ട മനുഷ്യൻ ഈസ് അവർ SM. പിന്നെ നമ്മൾ എത്ര കാലം സഹിച്ചോണ്ട് ഓരമ്മക്കൊരു പാർട്ടിസിപ്പന്റ് സർട്ടിഫിക്കറ്റും തന്നി. ഇതൊക്കെ എന്ത്? ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. 10 ക്ലാസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ടാസ്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ബലൂൺ ഉണ്ടാവും, രണ്ടാളുടെ കയ്യിൽ ഓരോ ബലൂൺ ഉണ്ടാവും. ഈ ബലൂൺ നിലത്ത് വിടാണ്ട് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ ക്ലാസ് ഫിക്സ് ചെയ്തിട്ട് പിരമിഡ് സെറ്റ് ചെയ്യാറില്ല എല്ലാവർക്കും. അതുപോലെ പിരമിഡ് സെറ്റ് ചെയ്യാം. ഇതെന്തൊരു പാട്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. അടുത്തതായി നമ്മളെ കൂട്ടത്തുള്ള ആൺ സുഹൃത്തുക്കളെ ഒന്ന് ചെറുതായിട്ട് വേഷവും കോലവും മാറ്റാം. ഇതാണോ ഞാൻ കണ്ടെത്തുന്ന പണിക്കര് പറഞ്ഞ പെൺകുട്ടി? പിന്നെ നമ്മളെ വക ഒരു ഡാൻസ് ഇല്ലാണ്ട് എന്ത് പരിപാടി. അങ്ങനെ പിന്നെ കേക്കും മുറിച്ച് പരിപാടി അവസാനിപ്പിച്ച് ഇനി ബാക്ക് ടു വർക്ക്. പിന്നെ എല്ലാരും സന്തോഷത്തിന്റെ ഇടയിലും നമ്മളെ സന്തോഷത്തിനൊരു ഞം അതും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മൂപ്പര് പച്ചയായ മനുഷ്യനാന്ന്. അവസാനം എല്ലാം കഴിഞ്ഞ് പോരയിലേക്ക്. സോ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.